ഞങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ അന്വേഷക സംഘം മുൻപാകെ അവതരിപ്പിച്ചിരിക്കും. നിങ്ങൾ ഏത് അന്വേഷണ സംഘത്തിന്റെ കാര്യമാണ് പറയുന്നത്? നിങ്ങൾ ഏത് അന്വേഷണത്തിന്റെ സംഘത്തിന്റെ കാര്യമാണ്? വിജിലൻസിന്റെ ക്വിക്ക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുക മാത്രമാണ്. അതിൽ കൂടുതൽ തെളിവുകൾ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ല. നിങ്ങൾ ഒരു ഉന്നത ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടൂ. ഞങ്ങൾ ഈ അന്വേഷണത്തിൽ പോരായ്മ കണ്ടെത്തിയാൽ നിങ്ങൾക്കുള്ള മുൻവിധിയൊന്നും ഞങ്ങൾക്കില്ല. ഈ അന്വേഷക സംഘം അന്വേഷിച്ചിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊന്നും കേൾക്കാൻ ഈ അന്വേഷണത്തിൽ പോരായ്മ ഉണ്ടാകുമെന്ന് ബിജു രമേശ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ ബിജു രമേശ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനെ വിശ്വസിക്കുന്നില്ല, ഈ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തെ വിശ്വസിക്കുന്നില്ല, ഉമ്മൻചാണ്ടിയെ വിശ്വസിക്കുന്നില്ല, ഈ സർക്കാർ KM മാണിയെ സംരക്ഷിക്കാനേ ശ്രമിക്കൂ എന്ന് എനിക്ക് തന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു ഉന്നത അന്വേഷണ ഏജൻസിയുടെ അന്വേഷണമാണ്. ഞങ്ങൾ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്, നിങ്ങളോടും മറ്റു ചാനലുകളോടും പങ്കുവച്ചിട്ടുണ്ട്. അതിനർത്ഥം കേരളത്തിൽ വ്യവസ്ഥാപിതമായ മാർഗത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം തീരെ തെറ്റാണ് എന്ന് പറയാനുള്ള മൗഢ്യമൊന്നും ഞങ്ങൾക്കില്ല. ആ അന്വേഷക സംഘത്തിന്റെ റിപ്പോർട്ട് വരട്ടെ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഒരു റിപ്പോർട്ടോ അന്വേഷണമോ പൂർത്തിയാകുന്നതിന് മുൻപ് മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് ശരിയല്ല. നിങ്ങൾ പറയുന്നു നിങ്ങൾ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്നത്, പൊതുസമൂഹം മനസ്സിലാക്കുന്നത്, മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നു എന്നാണ്. ബിജു രമേശ് ആദ്യം പറഞ്ഞത് 5 കോടി രൂപ ആവശ്യപ്പെട്ടു, 1 കോടി രൂപ കൈമാറി, തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. രണ്ടാമത് അദ്ദേഹം മാറ്റി പറയുന്നു തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ് പണം കൊടുത്തത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു ബാറുകൾ പൂട്ടുമെന്ന് അറിഞ്ഞിട്ടല്ല പണം കൊടുത്തത്, അത് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ്. ഇങ്ങനെ നിങ്ങൾ മാറ്റി മാറ്റി പറയുകയും നിങ്ങൾ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു. സർക്കാർ പറയുന്നത് നിങ്ങൾ ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണ്, നിങ്ങളെ സർക്കാർ മുഖവിലേക്ക് എടുക്കുന്നില്ല. ഞങ്ങൾ മദ്യത്തിന് വെള്ളമോ സോഡയോ ചേർക്കാറുണ്ട്, നിലപാടുകളിലൊന്നും വെള്ളം ചേർക്കാറില്ല കേട്ടോ. ഞങ്ങൾ മദ്യത്തിനിടയ്ക്ക് സോഡ ചേർക്കും, വെള്ളം ചേർക്കും, അങ്ങനെയാണ് ഞങ്ങൾ മദ്യം വിൽക്കാറ്. പക്ഷേ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന പാരമ്പര്യം കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ഉന്നത അന്വേഷണം ആവശ്യപ്പെടും. ഉന്നത അന്വേഷണം ആവശ്യപ്പെടുന്ന ഘട്ടം വരട്ടെ. ഈ അന്വേഷണം തെറ്റുന്ന മുൻവിധി നിങ്ങൾ പ്രഖ്യാപിക്കേണ്ട ആവശ്യം എന്താ? ഈ കേരള പോലീസ് അന്വേഷിക്കുന്ന മുഴുവൻ കാര്യങ്ങളും തെറ്റെന്ന് പറയാനുള്ള മൗഢ്യം. ടെലിഫോൺ ലൈനിൽ തുടരൂ, ദയവായി തുടരൂ. ശ്രീ ജോസഫ് വാഴക്കൻ, ഇപ്പോൾ നടക്കുന്നത് ഒരു വിജിലൻസ് അന്വേഷണമാണോ? നോക്കൂ, ബാർ അസോസിയേഷൻ, ബാർ ഉടമകൾ പറയുന്നത് അവർ കാത്തിരിക്കുകയാണ് ഈ അന്വേഷണത്തിന്റെ ഫലത്തിന് വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഒരു വിജിലൻസ് അന്വേഷണമാണോ? താങ്കളുടെ ആഭ്യന്തരമന്ത്രിയാണ് പറഞ്ഞത് വിജിലൻസ് അന്വേഷണത്തിനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല എന്ന്. അത് ഒരു വിജിലൻസ് അന്വേഷണം എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും ഒരു പരാതി വന്നാൽ ആദ്യമേ ചെയ്യുന്നത് ക്വിക്ക് വെരിഫിക്കേഷൻ തന്നെയാണ്. അതിനുശേഷം അതിനകത്ത് കഴമ്പുണ്ടെന്ന് തോന്നിയാലാണ് FIR ഇട്ട് അന്വേഷണം നടത്താൻ പറയുന്നത്. ആ അന്വേഷണവും നടത്തി അതിനകത്ത് കുറ്റവാളികളാണെന്ന് തോന്നുമ്പോഴാണ് കുറ്റപത്രം കൊടുക്കുന്നത്. ഇതൊക്കെ അതിൻ്റെ ഓരോ ചിട്ടകളും അതിൻ്റെ ഘട്ടങ്ങളാണ്. അതല്ലാതെ അതിപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നു, അതപ്പോൾ തന്നെ നമ്മൾ കൊടുത്തു. അത്ര കേരള ഗവൺമെന്റ് അത് അന്വേഷണത്തിന് വിട്ടുകൊടുത്തു. ജോസഫ് അസോസിയേഷൻ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്, ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്, മന്ത്രിമാർ കോഴ വാങ്ങിയെന്ന അവരുടെ ആക്ഷേപത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. താങ്കൾ കേട്ടല്ലോ. ഇനി മാധ്യമങ്ങൾ കേട്ടല്ലോ. അവർ തെളിവുണ്ടെങ്കിൽ കൊടുക്കട്ടെ. അവര് വെറുതെ ആരോപണത്തിൽ ആരോപണം ഇപ്പോഴും പൂർത്തിയായിട്ട് പറയുന്നില്ലല്ലോ പൂർണ്ണമായിട്ടും. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവരായിട്ട് തെളിവ് കൊടുക്കട്ടെ. അവരോടല്ലേ ഇന്ന് വിജിലൻസ് വിളിച്ചു ചോദിച്ചു അവിടെ ചെന്നിട്ട് അവർ കൊടുക്കട്ടെ, കയ്യിലുള്ള രേഖയും കൊടുക്കട്ടെ. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ഉദയഭാനു ടെലിഫോൺ ലൈനിലുണ്ട്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ഉദയഭാനു ടെലിഫോൺ ലൈനിൽ. ശ്രീ ഉദയഭാനു, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട്, CPMന്റെ പ്രതിനിധിയുണ്ട്, ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയുണ്ട്, ബാർ ഓണേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധിയുമുണ്ട്. ബാർ ഓണേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, അവർ ഈ ആക്ഷേപത്തിൽ ഉറച്ചു നിൽക്കുന്നു. ശ്രീ ജോസഫ് വാഴക്കൻ, കോൺഗ്രസിന്റെ പ്രതിനിധി, പറയുന്നത് ഈ ആക്ഷേപത്തിലൊന്നും കഴമ്പില്ല, ഇപ്പോൾ അതൊന്നും നിലനിൽക്കുന്നില്ല. വിജിലൻസിന്റെ ഈ ക്വിക്ക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പുറത്തു വരട്ടെ, അതിനുശേഷം തീരുമാനിക്കാം അന്വേഷണവുമായി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ. നിയമപരമായി ഇനി ഇതിന് മുന്നോട്ടുള്ള വഴികൾ എന്തൊക്കെയാണ്? നമ്മൾ കണ്ടത് ബിജു രമേശ് അദ്ദേഹത്തിന്റെ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ആരോപണം ഉന്നയിച്ച മനോഹരൻ മദ്യലഹരിയിലായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ആരോപണത്തിൽ അദ്ദേഹം നിൽക്കുന്നതിൽ അദ്ദേഹം കളം മാറിക്കഴിഞ്ഞു. ഇനി എങ്ങനെ ഇത് മുന്നോട്ട് പോകും? ഈ വിജിലൻസിന്റെ ക്വിക്ക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ പര്യാപ്തമാണോ? വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്വിക്ക് ഇൻവെസ്റ്റിഗേഷൻ, ഒരു ക്വിക്ക് വെരിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ കുറ്റകൃത്യങ്ങൾ വേണമെങ്കിൽ അനാവരണം ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. മദ്യലഹരിയിലായിരുന്നോ അതോ ബോധത്തോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാണോ? ഇതിൽ അതിനേക്കാളും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഈ കോഴ കുടിച്ചിട്ടുണ്ടോ, കോഴ കൊടുക്കാനായിട്ട് പണം പിരിവ് നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് അദ്ദേഹം വാങ്ങിയിട്ടുണ്ടോ?
ഈ കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഇത് സത്യസന്ധമെന്ന നിലയ്ക്ക് ഒരു ചാനൽ ചർച്ചകളിടയിൽ ആദ്യം പറയുകയും പിന്നീട് മറ്റൊരു ചാനലിൽ കയറി അദ്ദേഹം അത് ആവർത്തിക്കുകയും ചെയ്തു. അത് ജനങ്ങളാകെ കണ്ടതാണ്. അതിൽ നിന്ന് അദ്ദേഹം പിന്നോക്കം പോവുകയില്ല. ആത്മഹൂതി ചെയ്യാൻ തയ്യാറാണ്, വേണമെങ്കിൽ നാട് വിട്ടു പോകാൻ തയ്യാറാണ്, പറയുന്ന ഏത് ശിക്ഷയും വാങ്ങാൻ തയ്യാറാണ് എന്ന നിലയ്ക്ക് പറഞ്ഞ ഒരു വ്യക്തി ഒരുപക്ഷെ ഇത് മയപ്പെടുത്തിയിട്ടെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രേരണകൾ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന നിലയ്ക്ക് വിജിലൻസ് അന്വേഷണത്തിൽ പോകാം. നിലപാട് ശ്രീ ഉദയഭാനു, അങ്ങനെ അദ്ദേഹം നിലപാട് മയപ്പെടുത്തുകയും വിജിലൻസിന് കൊടുക്കുന്ന മൊഴിയിൽ ആർക്കും കേടില്ലാത്ത വിധം അതായത് കെ എം മാണിക്കോ സർക്കാരിനോ ദോഷം ചെയ്യാത്ത തരത്തിൽ അദ്ദേഹം ഞാനിത് കേട്ടറിഞ്ഞതാണ്, മറ്റു പലരും പറഞ്ഞതാണ് എന്നെല്ലാം ഒഴുക്കൻ മട്ടിൽ മൊഴി നൽകി രക്ഷപ്പെടാനുള്ള പഴുത് ഒരുക്കുന്നതിന്റെ സൂചനയായി ഇതിനെ നമ്മൾ കാണേണ്ടി വരില്ലേ? ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഈ നിരക്ക് തന്നെയാണോ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊന്നും പുറമേക്ക് വന്നിരിക്കുന്നത് ശരിക്കും മുഴുവൻ ശരിയാകണം എന്നൊന്നുമില്ല. ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെ മയപ്പെടുത്തി പറഞ്ഞു എന്നിരിക്കട്ടെ, എങ്കിൽ എന്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ മറ്റൊരു നിലയ്ക്ക് പറയാനിടയായി എന്ന കാര്യവും വേണമെങ്കിൽ വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാവുന്നത് തന്നെയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് ബാർ ഹോട്ടൽ നടത്തുന്ന ഒരു ഹോട്ടൽ ഉടമയ്ക്കും ചുരുങ്ങിയത് ഗവൺമെന്റിന്റെ ഒരു 12-14 ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധമുണ്ട്. അത് പോലീസുണ്ട്, എക്സൈസ് ഉണ്ട്, സെയിൽ ടാക്സ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, വാട്ടർ അതോറിറ്റി, അങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ബന്ധമുണ്ട്. ഏതെങ്കിലും ഒരു ചെറിയ ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ചാൽ പോലും വേണമെങ്കിൽ അവരുടെ ദൈനംദിന പ്രവർത്തനം, വ്യവസായം, താല്പര്യങ്ങളെല്ലാം സ്തംഭിപ്പിക്കാൻ കഴിയും. ആ ഭയത്തിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണച്ച ആളുകൾക്കുണ്ടായ ഒരു കൂട്ടായ ഭയത്തിൽ നിന്നും അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഒരു പക്ഷേ പിന്തുണ മാറ്റുന്നതാകാം. ഉദയഭാനു, ഇവിടെ ഇപ്പോൾ ശ്രീ ജോസഫ് വാഴക്കൻ അദ്ദേഹം ഈ ആരോപണങ്ങളെ സർക്കാരിന്റെ അന്വേഷണത്തിൽ കഴമ്പുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു, ഞങ്ങൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് അത് വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ സ്വാഭാവിക നടപടിക്രമമാണ്. ഇതല്ലാതെ സർക്കാരിന് മുന്നിൽ മറ്റു വഴിയില്ല, അത് അതിൻ്റെതായ സമയമെടുക്കുമെന്നാണ്. ഇത്തരമൊരു ആരോപണം, കോടികളുടെ കോഴ ആരോപണം മന്ത്രിക്കെതിരെ ഉന്നയിക്കുമ്പോൾ സർക്കാരിന്റെ മുന്നിൽ ഇതിനെ നേരിടാനുള്ള അല്ലെങ്കിൽ ഈ ആരോപണത്തോട് ജസ്റ്റിസ് കാണിക്കാനുള്ള ഏക പോംവഴി വിജിലൻസിന്റെ ഈ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ടാണോ? ഇതാണോ സർക്കാർ സ്വീകരിക്കേണ്ട മാതൃകാപരമായ നിയമ നടപടി? തീർച്ചയായിട്ടും ഇതല്ല. സർക്കാർ സ്വമേധയാ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. ആ സ്വമേധയാ പ്രഖ്യാപിക്കുന്ന അന്വേഷണത്തിന്റെ ഇതുപോലുള്ള പരിധികൾ നിശ്ചയിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ഈ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് വിജിലൻസിന്റെ അന്വേഷണ ക്രമത്തിലെ ഒരു നടപടിക്രമം മാത്രമാണ്. അതുകൊണ്ട് ആ നിലയ്ക്കേ പോകാൻ കഴിയുള്ളൂ. പക്ഷേ ഞാൻ തിരിച്ചു വരാൻ താങ്കൾ ശ്രീ ജോസഫ് വാഴക്കൻ അഡ്വക്കേറ്റ് ഉദയഭാനുവിന്റെ നിയമപരിജ്ഞാനത്തെ താങ്കൾ സംശയിക്കുന്നില്ലല്ലോ? ഒരിക്കലുമില്ല. എനിക്ക് അദ്ദേഹത്തോടൊപ്പം നിയമപരിജ്ഞാനമൊന്നുമില്ല. എങ്കിലും ക്വിക്ക് വെരിഫിക്കേഷൻ്റെ അകത്ത് വേറെ എന്താ പിന്നെ ഗവൺമെൻറ്റിന് ചെയ്യാവുന്നത്? ഒരു ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരാളൊരു ചാനലിൽ കയറി ഒരു ആരോപണം ഉന്നയിച്ചു, അതിന്മേൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ അതേ ചെയ്യാൻ കഴിയുള്ളൂ. അതും വിജിലൻസ് തന്നെ അന്വേഷിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. ആ വിജിലൻസ് അന്വേഷിച്ച് ഇതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിലല്ലേ അടുത്ത ഭാഗത്തേക്ക് കടക്കാൻ കഴിയുള്ളൂ. അതിനാരെങ്കിലും ഏതെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അതുകൂടെ കൊടുക്കണം. ഇപ്പോൾ വിജിലൻസ് ഉണ്ടല്ലോ, ആ വിജിലൻസിൻ്റെ എൻക്വയറിക്കകത്ത് ഇതിന് ഇനി ബിജു രമേശ് അല്ല, പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ തെളിവുകളുണ്ടെങ്കിൽ അവർക്ക് കൊണ്ട് ഏൽപ്പിക്കാം. ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. വെറുതെ ആളുകളെ ശ്രീ ജോസഫ് വാഴക്കൻ പറഞ്ഞത് കേട്ടല്ലോ, ഏത് തരത്തിലുള്ള അന്വേഷണം ഞങ്ങൾ തയ്യാറായിരുന്നു. അത് വിജിലൻസ് അന്വേഷണമായി ചുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി പ്രതിപക്ഷ നേതാവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിജിലൻസ് എൻക്വയറി ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടില്ലല്ലോ. ഇപ്പം വിജിലൻസ് ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടു, അത് സമൂഹത്തിൽ വലിയ വിഷയമായപ്പോൾ എന്താണ് സർക്കാർ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിജിലൻസിൻ്റെ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്ക് ഒരാൾ കേരളത്തിലെ ധനകാര്യമന്ത്രിക്കെതിരായിട്ട് ഉത്തരവാദിത്തപൂർവ്വം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയുകയാണ്, ഞങ്ങൾ 1 കോടി ഉറുപ്പിക കൊടുത്തു, 5 കോടി ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു ആരോപണം പരസ്യമായി അത് അയാൾ ആവർത്തിക്കുകയും നിരവധി മാധ്യമങ്ങളുടെ അയാൾ ആവർത്തിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അഴിമതി നിരോധന നിയമത്തിൽ 7-ാം വകുപ്പനുസരിച്ചെങ്കിലും കേസെടുത്തുകൂടായിരുന്നു. അതെടുക്കേണ്ടതല്ലേ? ഞാൻ ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ഉമ്മൻചാണ്ടി ഇന്ന് ആവർത്തിച്ചിട്ടുണ്ട്. താങ്കൾ പറഞ്ഞല്ലോ എല്ലാ നാടകവും കഴിഞ്ഞു, എല്ലാ കളികളും കഴിഞ്ഞു, അവസാനം ഒരു പുക മാത്രമാണ് വരുന്നത്. ഇവിടെ ബാർ ഓണേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി പറഞ്ഞത് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. ഏതായാലും ഉമ്മൻചാണ്ടി ഇന്ന് പറഞ്ഞിട്ടുള്ളത് സർക്കാരിന്റെ മദ്യനയത്തിൽ നിന്ന് ഒരു അടി പോലും പിന്നോട്ട് പോകില്ല. ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ ഈ സ്ഥിതിയിൽ മുന്നോട്ട് പോയാൽ സർക്കാരിന്റെ മദ്യനയവുമായി മുന്നോട്ട് പോകാൻ ശ്രീ ജോസഫ് വാഴക്കൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, മദ്യനയത്തിൽ വെള്ളം ചേർക്കില്ല, ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാരില്ല. സർക്കാരിന്റെ ഈ നിലപാടിൽ ആത്മാർത്ഥതയുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ അത് സംശയിക്കേണ്ട സാഹചര്യം ഇപ്പോഴുണ്ടോ? ഒരു സംശയവും വേണ്ട. എനിക്കിവരെ അങ്ങനെ വ്യക്തിപരമായ സംശയമൊന്നുമില്ല ഉമ്മൻചാണ്ടിയോ ജോസഫ് വാഴക്കനെയോ. പക്ഷേ പ്രശ്നം അതല്ല.
ഇപ്പോൾ ഗവൺമെൻറ്റിന് ഒരു ലിവറേജും കൂടി കിട്ടിയിരിക്കുന്നു. ഇന്നത്തെ ഹൈക്കോടതി വിധി എന്താ? വേണമെങ്കിൽ 10 ബാറുകൾക്ക് ഗവൺമെൻറ്റിന് കൊടുക്കാം. അപ്പോൾ ആരുടെ കയ്യിലാണ് അപ്പോൾ വടിയിരിക്കണേ? ആരുടെ കയ്യിലാണ് മൂക്കേറിയിരിക്കണേ? ഗവൺമെൻറ് കയ്യിലാണ്, സർക്കാരിൻ്റെ കയ്യിലാണ്. സർക്കാരിന് അങ്ങനെ വിശ്വസിക്കാനാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് കാണാം, നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ. ഇതിന് അധികം കാലമൊന്നും വേണ്ട. ഞാൻ ഒരു സംശയമില്ല, കോടതിയുടെ അനുമതിയോടെ ഞങ്ങൾ ബാർ തുറക്കാൻ അനുമതി കൊടുത്തു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ എത്തും. കാരണം അടുത്ത ഹർജി കോടതിയിൽ വരും. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഞാൻ ഒരു കാര്യം കൂടി പറയാം. നിയമമന്ത്രിയാണ് മാണി. ഈ കേസിൽ അഡ്വക്കേറ്റ് ജനറലും അതുപോലെ ബന്ധപ്പെട്ട വക്കീലന്മാരും എന്താണ് കോടതിയിൽ വാദിച്ചത് എന്ന കാര്യം പബ്ലിഷ് ചെയ്യട്ടെ, നമ്മൾ ചലഞ്ച് ചെയ്യുക. കാരണം ഗവൺമെൻറ് പോളിസിയാണ്. പിന്നെന്താ ഈ നിലവാരത്തിൻ്റെ പ്രശ്നം? എന്താ നിലവാരം ആരാ ചോദിച്ചവിടെ? നിലവാരമില്ലാത്തതുകൊണ്ടല്ലല്ലോ ബാർ പൂട്ടിയത്. അത് പഴയ കഥയാണ്. ഈ ബാർ ഞങ്ങൾ കൊടുക്കുന്നില്ല, ഞങ്ങൾ പുതിയ ബാറിന് ലൈസൻസ് കൊടുക്കുന്നില്ല ഗവൺമെൻറ് പറഞ്ഞു. ഈ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ പിന്നെ എന്തിനാണ് കോടതി രണ്ടാമത് അതിൻ്റെ ന്യായമൊക്കെ പറയാൻ? തന്നെ കോടതി ന്യായമൊന്നും പറയില്ല. കാരണം മദ്യനിരോധനം ഒരു ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. മദ്യം എങ്ങനെ വിൽക്കണം, അത് ഒരുപാട് കേസുകളിൽ വിധി വന്നിട്ടുണ്ട്. പിന്നെ വിവേചനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. ഇവിടെ വിവേചനമില്ല. കാരണം കൊടുത്ത ലൈസൻസ് പോലും കണ്ടീഷണലാണ്. ഇപ്പോൾ നമുക്കറിയാലോ, സെപ്റ്റംബർ 1 മുതൽ ഇത്രയും കാലം ഈ ബാർ എങ്ങനെ പ്രവർത്തിച്ചു എന്നതിൻ്റെ പിന്നിലുള്ള ഒരു നീണ്ട ഒരു വൃത്തികെട്ട ചരിത്രമുണ്ട്. അതൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ പലതും നോക്കണം. ഇപ്പോൾ പ്രവർത്തിക്കുന്ന ബാർ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതിൻ്റെ പിന്നിലുള്ള ചരിത്രമുണ്ട്. ആ ചരിത്രവും കൂടി പരിശോധിക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ കള്ളക്കളി മുഴുവൻ മനസ്സിലാവുക. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയ കാര്യത്തിലില്ല. ഇത് തെളിയില്ലോ എന്നുള്ളത്. കാരണം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചാൽ പിന്നെ ലോകത്തിൽ എന്ത് തെളിയാൻ? അവിടെ ഒന്നും തെളിയില്ല. അവിടെ ഒരു അഴിമതി തെളിയില്ല. പക്ഷേ താങ്കൾ ടെലിഫോണിലുണ്ടല്ലോ അല്ലേ? താങ്കൾ കേൾക്കാമല്ലോ അല്ലേ? തികച്ചും വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുൻപ് ഫയൽ ചെയ്യപ്പെട്ട ഒരു കേസ്, മാസങ്ങൾക്ക് മുൻപ് കേസിന്റെ തീർപ്പ് ലഭിക്കപ്പെട്ട ഒരു കേസ്, പൂർത്തിയാക്കി വിധി പറയാൻ വെച്ച ഒരു കേസ്, ഇന്ന് വിധി പുറത്തു വന്നപ്പോ